അമേരിക്ക ഇറാൻ യുദ്ധം ഇപ്പോൾ അവസാനിപ്പിക്കുന്നതാകും നല്ലതെന്ന് പറയുകയാണ് ഇറാന്റെ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ. ഇറാന് ഇപ്പോൾ അധികാരവും അന്തസ്സും ഉണ്ടെന്നും അദ്ദേഹം പറയുന്നു. ഇറാനിയൻ മെഡിക്കൽ സൊസൈറ്റിയുടെ ഇസ്ലാമിക് അസോസിയേഷന്റെ 31ാമത് പൊതുസഭയിൽ സംസാരിക്കുമ്പോഴായിരുന്നു അദ്ദേഹത്തിന്റെ ഈ പരാമർശങ്ങൾ. അമേരിക്കയുമായുള്ള യുദ്ധം ചിലയിടങ്ങളിൽ അവസാനിപ്പിക്കണമെന്നും അദ്ദേഹം പറഞ്ഞതായി അദ്ദേഹത്തിന്റെ ഓഫീസിന്റെ വെബ്സൈറ്റിലും പറയുന്നു. ലോകം മുഴുവൻ തങ്ങളുടെ വിജയം അംഗീകരിച്ചു കഴിഞ്ഞെന്നും അദ്ദേഹം പറയുന്നു. അമേരിക്ക എല്ലാ രാജ്യാന്തര നിയമങ്ങളും കാറ്റിൽ പറത്തിക്കൊണ്ട് നമ്മുടെ വിദ്യാലയങ്ങളും ആശുപത്രികളും അടിസ്ഥാന സൗകര്യങ്ങളെയും ആക്രമിച്ചു. ലോകത്തെ മുഴുവൻ അവർ വെറുപ്പിച്ചു. ഇറാനും അമേരിക്കയും തമ്മിൽ ജൂണിൽ തന്നെ സമാധാന ഉടമ്പടിയിൽ ഒപ്പുവെച്ചിരുന്നതായും അദ്ദേഹം പറയുന്നുണ്ട്. എന്നാൽ ധാരണാപത്രത്തിലെ ഒരു സ്ഥലത്തും കീഴടങ്ങലോ അനുസരണയോ നിർദ്ദേശിക്കുന്നില്ലെന്നും സിൻഹുവ വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അമേരിക്കയുമായി ചർച്ച ചെയ്യാൻ കഴിഞ്ഞത് തന്നെ വലിയൊരു നേട്ടമാണ്. ഐക്യവും ഐക്യദാർഢ്യവും അംഗീകരിച്ചിരിക്കുന്നു. ഇനിയും ഇറാനെ ആക്രമിച്ചാൽ ഇറാൻ കീഴടങ്ങില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. അവർക്കെതിരെ അവസാന ശ്വാസം വരെയും നിലകൊള്ളും. കനത്ത തിരിച്ചടിയും തങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു. അതിനിടെ അമേരിക്ക ഇറാനെതിരെ പ്രഖ്യാപിച്ച സാമ്പത്തിക ഉപരോധങ്ങൾ തികച്ചും അധാർമികമാണെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി ഇസ്മായിൽ ബാരഖിയും പറഞ്ഞു. ഒരു രാജ്യത്തിന്റെ പരമാധികാരത്തിന് മേൽ കടന്നു കയറാൻ മറ്റൊരു രാജ്യത്തിന് യാതൊരു അവകാശവുമില്ലെന്നും അദ്ദേഹം എക്സിൽ കുറിച്ചു. ഒരു രാജ്യത്തിനെതിരെയുള്ള സാമ്പത്തിക യുദ്ധമാണ് ഇതെന്നും അദ്ദേഹം പറയും. അതേസമയം ഇറാനെ വീണ്ടും പ്രകോപിപ്പിച്ചുകൊണ്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും രംഗത്ത് വന്നു. ഇറാനെ ആണവായുധം കൈവശം വെക്കാൻ ഒരിക്കലും അനുവദിക്കില്ലെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. ഇറാൻ ആണവായുധം നിർമ്മിച്ചാൽ മോശം കാര്യങ്ങൾ കാണേണ്ടി വരുമെന്ന് പറഞ്ഞ ട്രംപ് ഹോർമുസ് കടലിടുക്കിനെ അമേരിക്കൻ ഭൂപ്രദേശം എന്നാണ് വിശേഷിപ്പിച്ചത്. ഇറാന് അമേരിക്കയുമായി ചേർന്ന് കരാറുണ്ടാക്കാൻ ആഗ്രഹമുണ്ടെന്നും ട്രംപ് അവകാശപ്പെടും. സൗത്ത് കരോലിനിലെ മർട്ടിൽ ബീച്ചിൽ നടന്ന റാലിയിൽ സംസാരിക്കുകയായിരുന്നു ഡൊണാൾഡ് ട്രംപ്. ഇറാനെ കരാറുണ്ടാക്കാൻ വലിയ ആഗ്രഹമുണ്ട്, പക്ഷേ അങ്ങനെ ഒരു കരാർ വേണോ എന്ന് ഞങ്ങൾക്ക് തന്നെ ഉറപ്പില്ല. കാരണം ഹോർമുസ് കടലിടുക്കിനെ ഞാനിപ്പോൾ കാണുന്നത് ഒരു അമേരിക്കൻ പ്രദേശമായിട്ടാണ്. അത് അമേരിക്കയുടെ തന്നെ മണ്ണാണ് എന്നും ട്രംപ് പറയുന്നു. മർട്ടിൽ ബീച്ചിലെ റാലിക്ക് മുന്നോടിയായി മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോഴും ട്രംപ് സമാനമായ അവകാശവാദം ഉന്നയിച്ചിരുന്നു. ഹോർമുസ് കടലിടുക്കിന്മേൽ അമേരിക്കയ്ക്ക് പൂർണ്ണ നിയന്ത്രണമുണ്ടെന്നും അതൊരു US നിയന്ത്രിത മേഖലയായി പ്രഖ്യാപിക്കുന്നതിനെ പിന്തുണയ്ക്കുന്നു എന്നും ട്രംപ് പറഞ്ഞിരുന്നു. ഇറാനെതിരെ ഉപരോധം നിലനിൽക്കുന്നതിനാൽ ഹോർമുസ് കടലിടുക്കുമായി ബന്ധപ്പെട്ട മേഖലയിൽ അമേരിക്കയ്ക്ക് പൂർണ്ണ നിയന്ത്രണം ഉണ്ടെന്നാണ് ട്രംപ് ഇപ്പോൾ അവകാശപ്പെടുന്നത്.